ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2025 പുറത്തിറങ്ങിയ അമേരിക്കൻ സയൻസ് ഫിക്ഷൻ മൂവിയായ മാഷ്മെലോ ആണ്. സിനിമയിലെ മെയിൻ ക്യാരക്ടർ ഒരു 12 വയസ്സുള്ള കുട്ടിയാണ്. അവൻ അവന്റെ പാരന്റ്സിന്റെ നിർബന്ധത്തിന് വഴങ്ങി ഒരു ക്യാമ്പിന് പോകുന്നു. തുടർന്ന് അവിടെ ഉണ്ടാകുന്ന സംഭവ ബഹുലമായ കാര്യങ്ങളിലൂടെയാണ് കഥ പോകുന്നത്. ഒപ്പം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റും ഈ ഫിലിമിലുണ്ട്. എങ്കിൽ നമുക്ക് കഥയിലേക്ക് പോയാലോ? സിനിമയുടെ തുടക്കത്തിൽ മോർഗൻ എന്നു പേരുള്ള കൊച്ചു പയ്യനെയാണ് കാണിക്കുന്നത്. അവൻ അവന്റെ ബെഡിൽ നിന്ന് ഉറങ്ങി കണ്ണു തുറക്കുമ്പോൾ റൂമിൽ മുഴുവനും മഴ പോലെ മുകളിൽ നിന്ന് വെള്ളം വീഴുന്നുണ്ടാകും. ഒപ്പം അവന്റെ വയറിൽ നിന്നും വെള്ളം വരുന്നത് കാണും. ഇത് എന്താ സംഭവിക്കുന്നതെന്ന് അവന് മനസ്സിലാകില്ല. പെട്ടെന്ന് അവന്റെ ഉറക്കം ഞെട്ടും. അന്നേരമാണ് അവൻ താൻ ഇത്ര നേരം സ്വപ്നത്തിലായിരുന്നു എന്ന് മനസ്സിലാവുക. ഈ മോർഗന് വെള്ളം പേടിയാണ്. അവന് വെള്ളം പേടിയായതുകൊണ്ട് തന്നെ അവൻ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയുള്ള വെള്ളമായി ബന്ധപ്പെട്ട നൈറ്റ് മേഴ്സ് കാണാറുണ്ട്. അവിടുന്ന് സീൻ കട്ടായിട്ട് പിന്നെ കാണിക്കുന്നത് വീടിന് മുമ്പിൽ തനിച്ചിരിക്കുന്ന മോർഗനെയാണ്. കാരണം അവന് സ്വന്തമായിട്ട് ഫ്രണ്ട്സ് ഒന്നുമില്ല. ആരും അവനെ കൂടെ കളിക്കാൻ കൂട്ടാറില്ല. ഒറ്റപ്പെടുത്തലാണ് പതിവ്. ശേഷം അവന്റെ വീടിനടുത്തുള്ള കുറച്ച് കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്ന സമയത്ത് അവരുടെ കൂടെ കളിക്കാൻ മോർഗൻ അങ്ങോട്ടേക്ക് പോകും. എന്നാൽ ആരും അവനെ മൈൻഡ് ചെയ്യാതെ അവിടുന്ന് പോകും. ഇതെല്ലാം അവന്റെ മുത്തച്ഛനായ റോയ് അവിടുന്ന് കാണുന്നുണ്ടാകും. അങ്ങനെ അന്ന് ഡിന്നർ ടൈം കൂട്ടിന് ആരുമില്ലാത്ത മോർഗനോട് അവന്റെ പേരൻസ് 2 മാസത്തേക്ക് ഒരു സമ്മർ ക്യാമ്പ് നടക്കുന്നുണ്ട്. അവിടെ നിന്നെ പോലെയുള്ള കുറെ കുട്ടികളും ഉണ്ടാകും. അവിടെ പോയാൽ നിനക്ക് അവരുമായിട്ട് കൂട്ടുകൂടാം, നന്നായി എൻജോയ് ചെയ്യാം എന്നൊക്കെ പറയും. മോർഗന് അവന്റെ പേരൻസ് എത്രയൊക്കെ പറഞ്ഞിട്ടും ക്യാമ്പിന് പോകാൻ ഒട്ടും താല്പര്യമുണ്ടാകില്ല. അന്നേരം മുത്തച്ഛനായ റോയ്, മോനെ സമ്മർ ക്യാമ്പ് നല്ല രസമാണ്. ഞാൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സിനെയൊക്കെ അവിടെ വെച്ചാണ് കണ്ടുമുട്ടിയത്. അവിടുന്ന് നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. ഇരിക്കാം, ചിരിക്കാം, കളിക്കാം, വേണമെങ്കിൽ ഫ്ലേർട്ട് വരെ ചെയ്യാം. അവിടെ പോയാൽ പിന്നെ നിനക്ക് തിരിച്ച് വീട്ടിലേക്ക് വരാനേ തോന്നില്ല എന്ന് പറയും. എന്നിട്ട് റോയ് അവനൊരു കത്തി അവന്റെ പേരൻസ് കാണാതെ കൊടുത്തുകൊണ്ട്, ഞാൻ പണ്ട് സമ്മർ ക്യാമ്പിന് പോയ സമയത്ത് എന്റെ അച്ഛൻ എനിക്ക് തന്നതാണ് ഇത്. നിന്നെ അവിടുന്ന് അഥവാ ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്നാൽ ഒന്നും നോക്കണ്ട, ഇതങ്ങ് ഉപയോഗിച്ചോ എന്ന് പറയും. അങ്ങനെ സംസാരം കഴിഞ്ഞ് റോയ് അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് എഴുന്നേൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ആൾക്ക് ഹാർട്ട് അറ്റാക്ക് വരും. ആ നിമിഷം തന്നെ റോയ് മരിക്കും. മോർഗനെ സംബന്ധിച്ച് അവന്റെ പേരൻസിനെക്കാളും കൂടുതൽ ഇഷ്ടം റോയി ആയിരുന്നു. അവനാണെങ്കിൽ ആകെ കൂട്ടുണ്ടായിരുന്ന മുത്തശ്ശൻ മരിച്ച സങ്കടത്തിലായിരിക്കും. പിന്നീട് കാണിക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമുള്ള കാര്യമാണ്. അങ്ങനെ മോർഗൻ ആ ക്യാമ്പിലേക്ക് പോകാൻ വേണ്ടി റെഡിയാകും. കൂടെ അവന്റെ മുത്തശ്ശൻ കൊടുത്ത കത്തി കൂടി അവൻ എടുത്തു വെക്കും. അങ്ങനെ ക്യാമ്പിലേക്ക് പോകാൻ റെഡിയാകുമ്പോൾ ആ നേരത്ത് അവന്റെ അച്ഛൻ, എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുടെ മകൻ സിജയും അവിടെ ക്യാമ്പിൽ ഉണ്ടാകും. അതും അവൻ നിന്റെ റൂമിൽ തന്നെയായിരിക്കും. സോ നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയും. എന്നാൽ മോർഗന് സിജെ തലതെറിച്ച പയ്യനായതുകൊണ്ട് തന്നെ അവനെ അത്ര ഇഷ്ടമല്ല. മോർഗൻ സിജയോ അവനോ അവന്റെ കൂടെയോ എന്ന് ഇഷ്ടമല്ലാത്ത രീതിയിൽ ചോദിക്കും. മോനെ അങ്ങനെ പറയരുത്, അവൻ ആളത്ര മോശം കുട്ടിയൊന്നുമല്ല എന്ന് അച്ഛൻ പറയും. അങ്ങനെ അവർ സമ്മർ ക്യാമ്പിലേക്ക് പോകാൻ വേണ്ടി വീട്ടിൽ നിന്നിറങ്ങും. ഇവിടെ ക്യാമ്പ് നടക്കുന്ന സ്ഥലത്ത് കൗൺസിലേഴ്സും ബാക്കി കുറച്ച് സ്റ്റാഫ്സും ചേർന്ന് ബാനേഴ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടാകും. ഇതാണ് കേസർ. അവന്റെ തൊട്ടടുത്തിരിക്കുന്നതാണ് അവന്റെ കാമുകിയായ ലോറി. പിന്നെ ഇതാണ് ഏവരി. പിന്നെ വേറെ 2 പേരും കൂടിയുണ്ട്, റേച്ചലും ഫ്രാങ്ക്ലിനും. ഇവരൊക്കെയാണ് ഈ ക്യാമ്പിലെ കൗൺസിലേഴ്സ്. കുട്ടികളുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഇവരാണ്. കേസറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവൻ എപ്പോഴും അവന്റെ ബോഡി സ്റ്റൈൽ ഇതൊക്കെ നോക്കാനും ശ്രദ്ധിക്കാനും മാത്രമേ നേരമുള്ളൂ. പിന്നെ അതുപോലെ പണിയൊന്നും ചെയ്യാതെ ഏത് നേരവും ലോറിയെ ചുറ്റിപ്പറ്റി നടക്കുക. ഇതൊക്കെയാണ് ആശാന്റെ സ്ഥിരം പരിപാടി. ആ സമയം റേച്ചൽ അവിടെ വന്നിട്ട് അവരോട്, അല്ല നിങ്ങൾക്കൊന്ന് അവിടെ വന്ന് ഹെൽപ്പ് ചെയ്തൂടെ? ബാക്കി എല്ലാവരും പുറത്തു നിന്ന് കഷ്ടപ്പെട്ട് പണിയെടുക്കുമ്പോൾ ഒന്ന് വന്ന് സഹായിച്ചാൽ എന്താ എന്ന് പറയും. ആ സമയം ഫ്രാങ്ക്ലിൻ അവിടേക്ക് വരും. അവനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ റെസ്പോൺസിബിലിറ്റീസും ഏറ്റെടുത്ത് വളരെ അക്യുറേറ്റ് ആയിട്ട് ചെയ്യുന്ന ഒരാളാണ്. ഫ്രാങ്ക്ലിൻ അവരോട് ഹ്യൂ അവിടെ ബാത്റൂമിൽ എയർ ഫ്രഷ്നർ അടിക്കാൻ ഒരാളെ വേണമെന്ന് പറയുന്നുണ്ടെന്ന് പറയും. ഈ ഹ്യൂ ആണ് ഇവരുടെ എല്ലാവരുടെയും ഹെഡ്. അപ്പൊ കേസർ, അയാൾ എന്തേലും പറയട്ടെ എന്ന് പറഞ്ഞ് പുറത്തിറങ്ങാൻ നോക്കുമ്പോൾ ഹ്യൂ മുമ്പിലുണ്ടാകും. നീ എന്താ പറഞ്ഞത്? നീ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. നിന്റെ ഇതുപോലുള്ള പെരുമാറ്റം കൊണ്ടാണ് കഴിഞ്ഞ സമ്മർ ക്യാമ്പിന് നിന്നെ ഞാൻ പുറത്താക്കിയത്. നീ ഇവിടെ വന്നത് പണിയെടുക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ തോന്നിയ പോലെ നടക്കാനല്ല. മര്യാദയ്ക്ക് ഒരു ഷർട്ട് പോയി എടുത്തിട്ട് ടോയ്ലറ്റിൽ പോയി എയർ ഫ്രഷ്നർ അടിക്കാൻ നോക്കിയെന്ന് ഹ്യൂ പറയും. വേറെ വഴിയില്ലാത്തത് കൊണ്ട് തന്നെ കേസർ ഹ്യൂ പറഞ്ഞതുപോലെ ചെയ്യും. അപ്പോഴേക്കും എല്ലാ കുട്ടികളും ആ ക്യാമ്പിലെത്തും. എല്ലാവർക്കും അവരവരുടെ ക്യാബിൻ എവിടെയാണെന്ന് ഫ്രാങ്ക്ലിൻ പറഞ്ഞു കൊടുക്കും. അങ്ങനെ മോർഗനും അവിടെ എത്തും. റേച്ചൽ അവനെ വെൽക്കം ചെയ്യും. മോർഗന്റെ കൂടെ അവന്റെ അമ്മയും ക്യാമ്പിനകത്തേക്ക് കയറാൻ നോക്കുമ്പോൾ റേച്ചൽ പാരന്റ്സിനകത്തേക്ക് പ്രവേശനമില്ല, അത് ഞങ്ങളുടെ ക്യാമ്പിന്റെ പോളിസിയാണെന്ന് പറയും. അങ്ങനെ മോർഗന്റെ അമ്മ അവനോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് പോകും. ഈ ക്യാമ്പ് നടക്കുന്നത് വലിയൊരു കാടിന്റെ നടുവിലാണ്. അങ്ങനെ മോർഗൻ വേഗം അവന്റെ ക്യാബിനിലേക്ക് പോകും. അപ്പോൾ അവിടെ അവന്റെ അച്ഛൻ നേരത്തെ പറഞ്ഞ കൂടെ വർക്ക് ചെയ്യുന്ന ആളുടെ മകനായ സിജി ഉണ്ടാകും. സിജെ വന്നപ്പാടെ ഏതോ ഒരു ചെറുക്കനെ തല്ലുന്നുണ്ടാകും. ദൈവമേ, ഈ കുരുത്തം കേട്ടവന്റെ കൂടെയാണോ ഞാൻ നിൽക്കേണ്ടത് എന്ന മട്ടിലായിരിക്കും മോർഗൻ. സിജെ ഇങ്ങനെ തല്ലുന്നത് കണ്ട് ഫ്രാങ്ക്ലിൻ വന്നിട്ട് തല്ലു മതിയാക്കി എല്ലാവരും സ്വിമ്മിംഗ് ക്ലോത്ത്സ് ധരിച്ച് തോർത്തെടുത്ത് 10 മിനിറ്റിനുള്ളിൽ ലേക്കിന്റെ അടുത്തേക്ക് വരണം എന്ന് പറയും. മറുഭാഗത്ത് ഡേക്ക് എന്ന് പറയുന്ന ഒരു പയ്യൻ ഹെഡ്സെറ്റിൽ എന്തോ കേൾക്കുന്നുണ്ടാകും. അതേസമയം ഇവിടെ മോർഗന് തനിച്ച് നിൽക്കുന്ന സമയത്ത് പീലാർ എന്ന പേരുള്ള പെൺകുട്ടി വന്ന്, ഹായ്, എന്റെ പേര് പീലാർ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി, നീ ഈ ക്യാമ്പ്
ക്യാമ്പിൽ ആദ്യമായിട്ടാണല്ലേ എന്ന് ചോദിക്കും. അപ്പൊ മോർഗൻ അതേ എന്ന് പറഞ്ഞ് അവനെയും തിരിച്ച് പരിചയപ്പെടുത്തും. ഇവിടെ കേസോർ ഡേക്കിന്റെ അടുത്ത് പോയിട്ട് അവന്റെ കയ്യിലുള്ള ഹെഡ്സെറ്റ് തരാൻ പറയും. അപ്പോൾ ഡേക്ക് എനിക്കിത് ഉപയോഗിക്കാനുള്ള പെർമിഷൻ ഉണ്ടെന്ന് മറുപടി കൊടുക്കും. അതൊന്നും എനിക്കറിയണ്ട, ഇവിടെ ഇതുപോലുള്ള ഇലക്ട്രോണിക് ഡിവൈസ് ഒന്നും ഉപയോഗിക്കാനുള്ള അനുവാദമില്ല. ഇനി നീ തന്നില്ലെങ്കിൽ നിനക്ക് തിന്നാനൊന്നും തരില്ല എന്ന് കേസോർ പറയും. ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞത് കൊണ്ട് തന്നെ ഡേക്ക് ആ ഹെഡ്സെറ്റ് കേസോറിന് കൊടുത്ത് ദേഷ്യത്തിൽ അവിടുന്ന് പോകും. അന്നേരം ഹ്യൂ അവിടെ വന്നിട്ട് അയാളെ പരിചയപ്പെടുത്തി, നിങ്ങൾ ഇവിടെ എന്തേലും തെറ്റ് ചെയ്താൽ അതിന്റെ പണിഷ്മെന്റ് തരുന്നത് ഈ ഞാനായിരിക്കും. എന്നെ അധികം നിങ്ങൾ ഈ ക്യാമ്പിൽ കാണില്ല. ഇനി അഥവാ കാണുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ എന്തോ തെറ്റ് ചെയ്തു എന്നാണ്, കേട്ടല്ലോ എന്ന് പറയും. ആ സമയം മോർഗനും ഡേക്കും പരസ്പരം പരിചയപ്പെടും. ഇവിടെ ഹ്യൂ എല്ലാ കുട്ടികളോടും നിങ്ങളെല്ലാവരും നിങ്ങളുടെ കൗൺസിലേഴ്സിന്റെ കൂടെ ലേക്കിലേക്ക് പോകണം. അവിടുന്ന് നിങ്ങൾക്ക് എത്ര നന്നായിട്ട് നീന്താൻ പറ്റുമെന്ന് അവർ ചെക്ക് ചെയ്യും. ആ ടെസ്റ്റിൽ നിങ്ങൾ പാസ്സായാൽ ഈ 2 മാസവും നിങ്ങൾക്ക് ആ ലേക്കിൽ നീന്താനുള്ള അവസരം ഞങ്ങൾ തരുമെന്ന് പറയും. സ്വിമ്മിംഗ് എന്ന് കേട്ടപ്പോൾ എല്ലാ കുട്ടികളും ഭയങ്കര ത്രില്ലാകും. എന്നാൽ മോർഗന് വെള്ളം പേടിയായത് കൊണ്ട് തന്നെ അവന് താല്പര്യമൊന്നും ഉണ്ടാകില്ല. അങ്ങനെ റേച്ചലും ഫ്രാങ്കലിനും പിള്ളേരെല്ലാം കൂട്ടിയിട്ട് ലേക്കിന്റെ അടുത്തേക്ക് പോകും. റേച്ചൽ എല്ലാ കുട്ടികളോടും നിങ്ങൾക്ക് ഒരു ചാൻസ് മാത്രമേ ഉള്ളൂ, അതിൽ ഫെയിലായി കഴിഞ്ഞാൽ പിന്നെ നീന്താനുള്ള ചാൻസ് തരില്ല. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് നീന്തി ആ കാണുന്ന ഫ്ലോട്ടിംഗ് മാർക്കർ വരെ പോയി തിരിച്ച് ഞാൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് വരെ നീന്തി എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 മാസം ഈ ലേക്കിൽ നീന്താനുള്ള അവസരം ഞങ്ങൾ തരുമെന്ന് പറയും. എന്നാൽ മോർഗന്റെ അവസ്ഥ പറയേണ്ടതില്ലല്ലോ. അവൻ ഫ്രാങ്കലിനോട് എനിക്ക് നീന്താൻ താല്പര്യമില്ല, സോ ഞാനില്ല എന്ന് പറയും. മോർഗൻ ഇത് നിനക്കുള്ള ഒരേ ഒരു അവസരമാണ്, ഇതിൽ നീ പങ്കെടുത്തില്ലെങ്കിൽ ഈ ക്യാമ്പ് കഴിയുന്നത് വരെ ഒരു വാട്ടർ ആക്ടിവിറ്റീസും നിനക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് റേച്ചൽ പറയും. അത് കുഴപ്പമില്ല എന്ന് മോർഗൻ പറഞ്ഞ് അവിടുന്ന് പോകാൻ നോക്കുമ്പോൾ സിജയും അവന്റെ കൂടെയുള്ള വേറെ ഒരുത്തനും മോർഗനെ പിടിച്ച് തള്ളിയിട്ട് അയ്യേ നീന്താൻ അറിയില്ല എന്ന് പറഞ്ഞ് കളിയാക്കി ചിരിക്കും. അന്നേരം ഹ്യൂ വന്ന് സിജയും അവന്റെ ഫ്രണ്ടിനെയും അയാളുടെ ഓഫീസിലേക്ക് കൊണ്ടുപോകും. ഓഫീസിലെത്തിയ ഹ്യൂ ഇവിടെ വന്ന് കേറിയില്ല, അപ്പോഴേക്ക് നീയൊക്കെ തുടങ്ങിയല്ലോ മറ്റുള്ള കുട്ടികളെ ഉപദ്രവിക്കാൻ എന്ന് പറയും. എന്നാൽ ഇതൊക്കെ കേട്ടിട്ടും ഈ ചെറുക്കൻ ഒരു കുലുക്കവും ഉണ്ടാകില്ല. അവൻ ആരോടാ സംസാരിക്കുന്നതെന്ന ബോധമൊന്നുമില്ലാതെ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് ചിരിച്ചുകൊണ്ട് മറുപടി പറയും. ഇവിടെ ബുള്ളിങ് അനുവദിക്കില്ല, ഇനിയും നീ ഇതുപോലെ എങ്ങാനും ചെയ്താൽ ഇവിടത്തെ ടോയ്ലറ്റ് ഞാൻ നിന്നെ കൊണ്ട് കഴുകിപ്പിക്കും. ഇപ്പൊ നിങ്ങൾ പൊക്കോ. അപ്പോഴും സിജിക്ക് വലിയ കുലുക്കമൊന്നും ഉണ്ടാകില്ല. അവൻ അവിടുന്ന് എഴുന്നേറ്റ് പോകും. അവിടുന്ന് സീൻ കട്ടായിട്ട് അന്ന് രാത്രി ക്യാമ്പ് ഫയർ നടക്കുന്ന സമയത്ത് എല്ലാവരും സംസാരിച്ചിരിക്കുമ്പോൾ മോർഗൻ ഒരു രൂപം കാണും. അതെന്താണെന്ന് അറിയാൻ വേണ്ടി അവൻ സൂക്ഷിച്ചു നോക്കുന്ന സമയത്ത് ഡേക്കും അവന്റെ ഫ്രണ്ട്സ് ആയ രാജും സാമും അവിടേക്ക് വരും. പിന്നെ അവൻ ആ രൂപം കണ്ടെടുത്തേക്ക് നോക്കുമ്പോൾ അത് അവിടെ കാണില്ല. അപ്പോൾ ഏവരി നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്യാമ്പ് ഫയർ സോങ്സ് അറിയാമോ? അറിയാമെങ്കിൽ പാടെന്ന് പറയും. പക്ഷെ ബാക്കി ആർക്കും അതിലൊന്നും താല്പര്യമുണ്ടാകില്ല. അന്നേരം കുട്ടികൾ പാട്ട് പാടുന്നതിന് പകരം സ്കേറി സ്റ്റോറീസ് പറയാമോ എന്ന് ചോദിക്കും. അതിപ്പോ നമ്മളായാലും രാത്രി കസിൻസിന്റെ കൂടെയോ ഫ്രണ്ട്സിന്റെ കൂടെയോ ഒക്കെ ഒന്നിച്ചു കൂടുമ്പോൾ ഇതുപോലെയുള്ള പ്രേത കഥകളും പേടിപ്പിക്കുന്ന കഥകളും പറയാറില്ലേ, അതിന്റെ ഒരു സുഖം വേറെ തന്നെയാണ്. അങ്ങനെ പിള്ളേർ പറഞ്ഞതിനനുസരിച്ച് റേച്ചൽ എന്ന് ഞാനൊരു കഥ പറയാമെന്ന് പറയും. പണ്ട് അതായത് ഈ ക്യാമ്പൊക്കെ ഇവിടെ തുടങ്ങുന്നതിന് മുമ്പ് ഈ കാട്ടിൽ ചെറിയ ചെറിയ വീടുകളൊക്കെ ഉണ്ടായിരുന്നു. അതിലൊരു വീട് ഒരു ഡോക്ടറുടെ ആയിരുന്നു. അയാളുടെ വൈഫിനെയും കുട്ടികളെയും കൂട്ടി ഹോളിഡേ സീസൺ ഇവിടെ വന്ന് താമസിക്കാറുണ്ടായിരുന്നു. അവരിവിടെ വെക്കേഷന് വന്നു കഴിഞ്ഞാൽ സ്വിമ്മിങ്ങും ഫിഷിംഗ് ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. ആ ഡോക്ടറിന്റെ വീട്ടിൽ ഒരു ബേസ്മെന്റ് ഉണ്ടായിരുന്നു. എന്നും രാത്രി അയാളുടെ ഭാര്യയും മക്കളും ഉറങ്ങി കഴിഞ്ഞതിന് ശേഷം അയാൾ ആ ബേസ്മെന്റിലേക്ക് പോകും. നേരം വെളുക്കുന്നത് വരെ അയാൾ അവിടെ തന്നെയായിരിക്കും. എന്നാൽ വൈകാതെ ഡോക്ടറുടെ ഭാര്യ അയാൾ രാത്രി ഇങ്ങനെ ബേസ്മെന്റിൽ പോകുന്ന കാര്യം മനസ്സിലാക്കി. അങ്ങനെ ഒരു ദിവസം ആ സ്ത്രീ ഡോക്ടർ ബേസ്മെന്റിലേക്ക് പോകുമ്പോൾ ഡോക്ടറിനെ കാണാതെ അയാളെ പിന്തുടർന്നു പോയി. അങ്ങനെ പോയ അവർ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു. അതായത് ഈ ഡോക്ടർ ഓരോരുത്തരെയും കൊന്നിട്ട് അവരുടെ കൈകാലുകൾ വേർപെടുത്തി എന്നിട്ട് അതേ കൈകാലുകൾ തുന്നിച്ചേർത്ത് വികൃതമായി ഉണ്ടാക്കിയ കുറെ രൂപങ്ങളാണ് കണ്ടത്. ആ നേരത്ത് ഇവിടെ പിള്ളേരെല്ലാം പേടിച്ചു തുടങ്ങും. ആ ഡോക്ടർ ആണെങ്കിൽ പകൽ എല്ലാവരുടെയും മുമ്പിൽ നല്ല മനുഷ്യനും എന്നാൽ രാത്രി കൊടും രാക്ഷസനായിരുന്നു. ബേസ്മെന്റിലെ കാഴ്ച കണ്ട് പേടിച്ച അയാളുടെ ഭാര്യ അവിടുന്ന് ഓടാൻ തുടങ്ങുമ്പോൾ അത് കണ്ട ഡോക്ടർ അവരെയും മക്കളെയും കൊന്ന് കഷ്ണങ്ങളാക്കി അതെല്ലാം തുന്നിച്ചേർത്ത് വികൃതമായ രൂപത്തിലാക്കി. ആ സംഭവം കഴിഞ്ഞ് കുറെ വർഷങ്ങൾക്ക് ശേഷം ഇവിടെ ഉണ്ടായിരുന്ന വീടൊക്കെ പൊളിച്ചു മാറ്റി. എന്നിട്ടാണ് ഈ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്തത്. അതുപോലെ നിങ്ങൾ ക്യാമ്പിലെ റൂൾസ് ഒന്നും പാലിക്കാതെ തോന്നിയതുപോലെ ഉറങ്ങാതെ രാത്രി എഴുന്നേറ്റ് നടന്നു കഴിഞ്ഞാൽ രാത്രി ആ ഡോക്ടർ വന്ന് നിങ്ങളെ പിടിച്ചു കൊണ്ടുപോകുമെന്ന് റേച്ചൽ പറയും. അതിനുശേഷം അങ്ങനെ എല്ലാവരും കിടന്നുറങ്ങാൻ വേണ്ടി പോകും. അന്നേരം മോർഗൻ പീലാറിനോട് നിനക്ക് അവർ പറഞ്ഞ ഡോക്ടറിന്റെ കഥ സത്യമാണെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ പീലാർ എല്ലാ വർഷവും ഇവിടുത്തെ റൂൾസ് നമ്മൾ ഫോളോ ചെയ്യാൻ വേണ്ടി ഇവർ ഇതുപോലെ ഓരോ വേണ്ടാത്ത കഥകൾ പറയാറുണ്ട്. ഓരോ വർഷവും ഓരോ കഥകളാണ് ഇവർ പറയാറ്. ഞാൻ ഈ ഡോക്ടറിന്റെ
കഥ തന്നെ ഡിഫറെന്റ് രീതിയിൽ ഇവർ പറഞ്ഞത് കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് അവൾ അവളുടെ ക്യാബിനിലേക്ക് പോകും. ശേഷം മോർഗൻ കിടക്കാൻ വേണ്ടി അവന്റെ ക്യാബിനിലേക്ക് പോകുന്നതിന് മുമ്പ് ടോയ്ലറ്റിലേക്ക് പോകും. അങ്ങനെ ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങിയ ശേഷം അവൻ അവന്റെ ക്യാബിനിലേക്ക് പോകുമ്പോൾ ആരോ ഒരാൾ അവന്റെ ക്യാബിനിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് കാണും. അത് കണ്ട് പേടിച്ച് മോർഗൻ ഓടിപ്പോയി റേച്ചലിനോടും ഫ്രാങ്കിലിനോടും ആരോ എന്റെ ക്യാബിനകത്ത് ഉണ്ടെന്ന് പറയും. അപ്പോൾ റേച്ചൽ, മോനെ ആരുമില്ല, നിന്റെ പേരൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നീ രാത്രി സമയങ്ങളിൽ എന്തൊക്കെയോ പേടി സ്വപ്നങ്ങൾ കാണാറുണ്ടെന്ന്, അങ്ങനെ എന്തോ കണ്ട് പേടിച്ചതാണ് നീ എന്ന് പറയും. അല്ല, സത്യമായിട്ടും ആരോ അവിടെ ഉണ്ടായിരുന്നു, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണെന്ന് മോർഗൻ അപ്പോഴും പറയും. അന്നേരം ഫ്രാങ്ക്ലിൻ അവരോട്, നിങ്ങളോട് ഞാൻ അന്നേ പറഞ്ഞതല്ലേ കുട്ടികളെ ഇതുപോലെയുള്ള അനാവശ്യ കഥകൾ പറഞ്ഞ് പേടിപ്പിക്കരുതെന്ന്, ഇപ്പതാ കണ്ടില്ലേ ഇവർ ശരിക്കും പേടിച്ചു, അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറയും. എന്നിട്ട് അവൻ മോർഗനോട്, മോനെ നേരത്തെ പറഞ്ഞ ആ ഡോക്ടറിന്റെ കഥയൊക്കെ നിങ്ങളെ ചുമ്മാ പേടിപ്പിക്കാൻ വേണ്ടി ഇവർ ഉണ്ടാക്കി പറഞ്ഞതാണ്. അന്നേരം കേസ്വർ, ഈ റേച്ചലാണ് ഓരോ വേണ്ടാത്ത കഥകൾ ഉണ്ടാക്കി പിള്ളേരെ പേടിപ്പിച്ചതെന്ന് പറയും. അങ്ങനെ ഫ്രാങ്ക്ലിൻ മോർഗനെ അവന്റെ ക്യാബിനിലേക്ക് കൊണ്ടുചെന്നാക്കും. മോർഗന് അപ്പോഴും പേടിയുണ്ടാകും. അത് മനസ്സിലാക്കിയ ഫ്രാങ്ക്ലിൻ, മോനെ നോക്കി, ഇവിടെ ഡോക്ടറോ വേറെ ആരും തന്നെയില്ല, പോയി കിടന്നുറങ്ങി എന്ന് പറയും. അവിടുന്ന് സീൻ കട്ടായിട്ട് അങ്ങനെ പിറ്റേ ദിവസം പീലാർ ബുക്ക് വായിക്കുമ്പോൾ മോർഗൻ അവിടേക്ക് പോകും. അവന് പീലാറിന് ഇഷ്ടമാണ്, സോ അവളെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി എനിക്കും ബുക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ ഒരുപാട് ബുക്സ് വായിക്കാറുണ്ടെന്ന് പറയും. അത് കേട്ട് ഇംപ്രസ്ഡ് ആയ പീലാർ, ആണോ എങ്കിൽ നമുക്ക് ഡേറ്റിന് പോയാലേ എന്ന് ചോദിക്കും. എന്തായാലേ കുഞ്ഞു പിള്ളേർ വരെ ഡേറ്റിങ്ങിന് പോകാൻ തുടങ്ങി. അങ്ങനെ അവർ സെറ്റാകും. അവിടുന്ന് സീൻ കട്ടായിട്ട് അടുത്ത സീനിൽ മോർഗൻ സീജയോട് സംസാരിക്കാൻ പോകുമ്പോൾ പെട്ടെന്ന് സീജ അവനെ പിടിച്ച് തള്ളിയിടും. ഈ ചെറുക്കൻ ഇതെന്താ ഇങ്ങനെയൊക്കെ എന്ന് മോർഗൻ ചിന്തിക്കും. ശേഷം പീലാറിനോടും ഡെർക്കിനോടും മോർഗൻ സീജയുടെ ഈ സ്വഭാവത്തെ പറ്റി പറയും. സീജ നോർമൽ ആയിട്ടല്ല പെരുമാറുന്നത് എന്നൊക്കെ പറയും. ആ നേരം സീജ അവിടെ വന്നിട്ട് മോർഗനോട്, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്, ഒന്ന് ലേക്കിന്റെ അടുത്തേക്ക് വരാമോ എന്ന് ചോദിക്കും. അങ്ങനെ മോർഗൻ ലേക്കിന്റെ അടുത്തേക്ക് പോകും. അപ്പോൾ സീജ, എനിക്കറിയാം ഞാൻ നിന്നോട് കുറച്ച് മോശമായിട്ടാണ് പെരുമാറിയതെന്ന്, ഐ ആം സോറി, ഏതായാലും നമ്മൾക്ക് അതെല്ലാം മറന്ന് ഫ്രണ്ട്സ് ആകാം, നമ്മൾ ഇതുവരെ ചെയ്യാത്ത കുറെ കാര്യങ്ങൾ ചെയ്യാമെന്ന് പറയും. എന്നാൽ മോർഗന് സീജ അവസാനം പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാവാത്തത് കൊണ്ട് അവൻ നീ എന്താ ഉദ്ദേശിച്ചതെന്ന് ചോദിക്കും. നിന്റെ സ്വിമ്മിംഗ് ടെസ്റ്റിനെ പോലെ എന്ന് പറഞ്ഞ് സീജ അവനെ ലേക്കിലേക്ക് തള്ളിയിടും. അത് രാജി കാണും. അവൻ സീജയോട് നീ ഇതെന്താ കാണിച്ചതെന്ന് പറഞ്ഞ് ചോദിക്കാൻ പോകുമ്പോൾ സീജ അവന്റെ മുഖത്ത് നോക്കി നന്നായി അടിക്കും. മോർഗൻ ആണെങ്കിൽ ഇവിടെ മുങ്ങുന്നുണ്ടാകും. അപ്പോഴേക്കും എല്ലാവരും ഓടി വരും. കേസർ ഓടിപ്പോയി വെള്ളത്തിൽ നിന്ന് മോർഗനെ പുറത്തെടുത്തതിന് ശേഷം CPR കൊടുക്കും. സീജ ആണെങ്കിൽ രാജിനെ അടിച്ചൊരു പരിവാക്കുന്നുണ്ടാകും. ആ സമയത്ത് ഹ്യൂ വന്ന് സീജയെ പിടിച്ചു മാറ്റും. അപ്പോഴേക്കും ഇവിടെ മോർഗന് ബോധം വരും. അടികിട്ട് പരിവായ രാജിനും ബോധം വരും. ഈ സീജ എന്താ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നതെന്ന് ആർക്കും മനസ്സിലാകില്ല. അന്ന് രാത്രി ഹ്യൂ ഒരു ചോക്ലേറ്റ് ഡ്രിങ്ക് മോർഗന് കൊടുത്തിട്ട് സീജ ഇന്ന് വളരെ മോശമായിട്ടാണ് പെരുമാറിയത്, അവന്റെ സ്വഭാവം ഞങ്ങൾ മാറ്റിയെടുത്തോളാം, ഉറങ്ങുന്നതിന് മുമ്പ് നീ ഇത് കുടിക്കണമെന്ന് പറഞ്ഞ് ഹ്യൂ അവിടുന്ന് പോകും. എന്നാൽ അവൻ അത് കുടിക്കില്ല. അന്ന് രാത്രി ഉറങ്ങുന്ന സമയത്ത് മോർഗൻ അവന്റെ മുത്തശ്ശനെയും അതുപോലെ വെള്ളത്തെയും അങ്ങനെ പേടിപ്പെടുത്തുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ സ്വപ്നം കണ്ട് പെട്ടെന്ന് അവന്റെ ഉറക്കം ഞെട്ടും. അന്നേരം അവൻ നോക്കുമ്പോൾ അവിടെയുള്ള ഒരു ക്യാബിനിൽ എന്തോ ഒരു വെളിച്ചം കത്തുന്നത് അവൻ കാണും. അങ്ങനെ അവൻ എഴുന്നേറ്റ് ധൈര്യം സംഭരിച്ച് അവന്റെ മുത്തശ്ശൻ കൊടുത്ത കത്തിയെടുത്ത് ആ ലൈറ്റ് കണ്ട ആ ക്യാബിനിലേക്ക് പോകും. അവൻ അങ്ങോട്ടേക്ക് പോകുമ്പോൾ വേറൊരു റൂമിൽ എന്തോ ശബ്ദം വരുന്നുണ്ടാകും. അങ്ങനെ അവൻ മെല്ലെ ആ റൂമിന്റെ ഡോറ് തുറന്ന് അകത്തേക്ക് കയറും. ആ റൂം ആണെങ്കിൽ മുഴുവനും വെള്ള ലൈറ്റ് ആയിരിക്കും. അവിടെ ഒരു ഭാഗത്ത് സീജയുടെ ബോഡി ഉണ്ടാകും. ആ ബോഡിയിലാണെങ്കിൽ മുഴുവനും വയറുകളും ഉണ്ടാകും. കൂടാതെ അവന്റെ ഓർഗൻസ് ഒക്കെ ആരോ നീക്കം ചെയ്തിട്ടുണ്ടാകും. അതെല്ലാം കണ്ട മോർഗൻ ഞെട്ടിപ്പോകും. അവൻ അവിടുന്ന് പോകാൻ നോക്കുമ്പോൾ അവന്റെ പിറകിൽ ഹെഡ്ലാമ്പ് ധരിച്ച ഒരാൾ നിന്നിട്ടുണ്ടാകും. അവൻ ഭയന്നുകൊണ്ട് അലറി വിളിക്കും. അപ്പോഴേക്കും അയാൾ അവനെ പിടിച്ചു വെക്കാൻ നോക്കും. അന്നേരം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവന്റെ കയ്യിലുള്ള ആ കത്തി കൊണ്ട് അയാളുടെ കാലിൽ ഒറ്റ കുത്തു കൊടുക്കും. അവിടെയാണെങ്കിൽ വേറെയും കുട്ടികളുടെ ബോഡി ഉള്ളത് അവൻ കാണും. അതിലൊരു പെൺകുട്ടിയുടെ കണ്ണ് തുറന്നിട്ടുണ്ടാകും. ഷടാ ഇതെന്ത് പണ്ടാരം! അവൻ പേടിച്ച് വിറച്ച് ആകെ വല്ലാതായി അവിടുന്ന് ഓടും. അവന് പിറകെ അയാളും ഉണ്ടാകും. മോർഗൻ നേരെ ഓടി ഡേക്കിന്റെയും സാമിന്റെയും രാജിന്റെയും ക്യാബിനിൽ പോയി, ഞാൻ ഡോക്ടറെ കണ്ടു, ഒരു സർജറി റൂമിൽ അയാൾ CJക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരെല്ലാവരും മോർഗനോട് നീ എന്തൊക്കെ മണ്ടത്തര ഈ വിളിച്ച് പറയുന്നേ എന്ന് പറയും. അവർ പറഞ്ഞ ഡോക്ടറിന്റെ കഥ സത്യമാണ്, അവിടെ വേറെയും കുറെ കുട്ടികളുണ്ടായിരുന്നു. എനിക്കറിയാം ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണെന്ന്, എന്നാൽ നിങ്ങൾ വിശ്വസിച്ചേ പറ്റുള്ളൂ, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണമെന്ന് മോർഗൻ വെപ്രാളത്തോടെ പറയും. സഹി കെട്ടി രാജി ഇന്ന് CJയുടെ കയ്യിൽ നിന്ന് നല്ല തല്ല് കിട്ടിയത് കൊണ്ട് ഒന്നാമത് എനിക്ക് വയ്യ, അതിന്റെ ഇടയിൽ നീ ഇല്ലാത്ത ഓരോ കാര്യങ്ങളും പറയാൻ നിൽക്കണ്ടേ എന്ന് പറയും. ആ സമയം ആ അജ്ഞാതൻ വന്ന് രാജിനെ സ്റ്റൺ ബാറ്റൺ കൊണ്ട് ഷോക്ക് അടുപ്പിച്ച് വീഴ്ത്തും. അന്നേരം സാം അയാളെ പിടിച്ച് തള്ളിയിട്ട് അവിടുന്ന് എല്ലാവരും ഓടും. പിന്നെ കേൾക്കുന്നത് മുഴുവനും കരച്ചിലും നിലവിളിയും ഒക്കെ ആയിരിക്കും. കുട്ടികളെല്ലാം പേടിച്ച് വിറച്ച് നിലവിളിച്ച് ജീവനും കൊണ്ട് ഓടും. അതുകൊണ്ട് റേച്ചൽ എല്ലാവരോടും വേഗം മെസ് ഹാളിലേക്ക് വാ എന്ന് പറയും. അങ്ങനെ കുറച്ച് കുട്ടികൾ റേച്ചൽ പറഞ്ഞതുപോലെ അവിടേക്ക് പോകും. മറുഭാഗത്ത്
ഭാഗത്ത് മോർഗനും ബാക്കിയുള്ളവരും ചേർന്ന് പീലാറിന്റെ അടുത്ത് പോയിട്ട് കാര്യങ്ങളെല്ലാം പറയും. എന്നാൽ പീലാറിന്റെ കൂടെയുള്ള കേറോൾ എന്ന പെൺകുട്ടി അതൊന്നും വിശ്വസിക്കില്ല. അന്നേരം ക്യാബിനിൽ നിന്ന് പുറത്തേക്ക് വന്ന 2 പിള്ളേരെ അയാൾ ഷോക്കടിപ്പിക്കുന്നത് ഇവർ കാണും. അന്നേരം പീലാറിനും കേറോളിനും മോർഗൻ പറഞ്ഞത് സത്യമാണെന്ന് മനസ്സിലാകും. എല്ലാവരും ഭയന്നോടും. ആ സമയം റേച്ചൽ മെസ് ഹാളിലേക്ക് വാ എന്ന് പറയുന്നത് ഇവർ ഇവിടുന്ന് കേൾക്കും. അപ്പൊ കേറോൾ വാ നമുക്ക് വേഗം അവിടേക്ക് പോകാമെന്ന് അവരോട് പറയും. അപ്പൊ മോർഗൻ നോ വേ, ഈ സമയത്ത് നമുക്ക് ആരെയും വിശ്വസിക്കാനാകില്ല, എന്ത് ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല, എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണം എന്ന് പറയും. പീലാർ നോക്കുമ്പോൾ കാണുന്നത് ആ അജ്ഞാതൻ അവർക്ക് നേരെ വരുന്നതാകും. അവർ പേടിച്ച് അവിടുന്ന് ഓടും. ഒരു ഭാഗത്ത് റേച്ചൽ കുട്ടികളോട് ആരും പേടിക്കണ്ട, ഒന്നുമില്ല എന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കുന്നുണ്ടാകും. അപ്പോൾ കേസോർ ആ അജ്ഞാതനെ പിടിക്കാൻ ഒരു ബേസ്ബോൾ ബാറ്റ് എടുത്തിട്ട് റേച്ചലിനോട് ഞാൻ ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകും. വേറൊരു ഭാഗത്ത് മോർഗനും ബാക്കിയുള്ളവരും ഓടിപ്പോയി ഒരു ഷെഡിൽ ഒളിക്കും. അപ്പൊ കാരോൾ നമുക്കൊരു ബോട്ട് എടുത്ത് ലേക്ക് വഴി എവിടേക്കെങ്കിലും രക്ഷപ്പെട്ടാലോ എന്ന് ചോദിക്കും. അപ്പോൾ പീലാർ അതിനെ കൊണ്ട് കാര്യമില്ല, കാരണം നമ്മൾ ഈ ലേക്കിന്റെ മറുഭാഗത്ത് പോയാലും ആ ഭാഗം മുഴുവനും കാടായതിനാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറയും. അപ്പോൾ സാം കാരോൾ പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ടെന്ന രീതിയിൽ ബോട്ട് എടുത്തിട്ട് പോകാമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം എന്ന് പറയും. എന്നാൽ വെള്ളം പേടിയുള്ള മോർഗൻ ഞാനില്ല, എനിക്ക് വെള്ളം പേടിയാ, നിങ്ങൾ പൊക്കോ എന്ന് പറയും. അത് കേട്ട് പീലാർ നീ എന്തിനാ വെള്ളത്തെ ഇത്രമാത്രം പേടിക്കുന്നതെന്ന് അവനോട് ചോദിക്കും. അത് ഞാൻ മുമ്പ് നിന്ന് വീട്ടിലൊരു പൂൾ ഉണ്ടായിരുന്നു, ഒരു ദിവസം കാല് തെന്നി ഞാൻ അതിലേക്ക് വീണു, ഞാൻ വെള്ളത്തിലേക്ക് താഴ്ന്നു പോയി. അന്നേരം എന്റെ മുത്തശ്ശനായിരുന്നു എന്നെ രക്ഷിച്ചത്. അന്ന് ശരിക്കും ഞാൻ എന്റെ മരണം നേരിട്ട് കണ്ടു. അന്ന് തൊട്ട് എനിക്ക് വെള്ളത്തിനോട് പേടിയാണ്. നിങ്ങളോട് ഒരിക്കലും ഞാൻ ബോട്ട് വഴി പോകണ്ട എന്ന് പറയില്ല, നിങ്ങൾ പൊക്കോ എന്ന് മോർഗൻ പറയും. അന്നേരം ഡേക്ക് നിന്നെ തനിച്ചാക്കിയിട്ട് എന്തായാലും ഇവിടുന്ന് ഞങ്ങൾ പോകില്ല, ഇനി പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുമിച്ചേ പോകുള്ളൂ എന്ന് പറയും. ആ സമയം അവർ ഒളിച്ചിരിക്കുന്ന ഷെഡിന്റെ മുമ്പിലൂടെ ആരോ നടക്കുന്നത് കണ്ട് അവർ എല്ലാവരും ഒളിച്ചിരിക്കും. അപ്പോൾ അത് കേസോർ ആയിരിക്കും. അവനെ കണ്ട സാം നേരെ അവന്റെ അടുത്തേക്ക് പോകും. സാമിനെ കൂട്ടി കേസോർ ഡോറ് തുറക്കുമ്പോൾ കാണുന്നത് ആ അജ്ഞാതനെയായിരിക്കും. അവിടെയായിരിക്കും ഒരു ട്വിസ്റ്റ്. കേസോർ സാമിനെ അയാൾക്ക് ഏൽപ്പിക്കും. അയാൾ അപ്പൊ തന്നെ സാമിനെ ഷോക്കടുപ്പിച്ചിട്ട് ബോധം കെടുത്തു. എന്നിട്ട് കേസോർ അയാളോട് ആ ഡേക്കും മോർഗനും ബാക്കിയുള്ളവരും ഇതിനകത്ത് ഉണ്ടെന്ന് തോന്നുന്നു, ഞാൻ അവരെയും കൊണ്ട് ഇവിടേക്ക് വരാമെന്ന് പറഞ്ഞ് അകത്തേക്ക് കയറാൻ നോക്കുമ്പോൾ പിള്ളേരെല്ലാവരും കൂടി സർഫ് ബോർഡ് കേസോറിന്റെ ദേഹത്ത് തള്ളിയിട്ട് അവിടുന്ന് ഓടും. എന്നാൽ കേറോൾ മാത്രം അവർ ഓടിപ്പോയത് കാണില്ല, അവൾ വേറെ വഴി ഓടും. ഇവിടെ മറുഭാഗത്ത് ആ അജ്ഞാതൻ വന്ന് മെസ് ഹാളിലുള്ള എല്ലാ കുട്ടികളെയും ഷോക്കടുപ്പിച്ച് ബോധം കെടുത്തും. ഇതെല്ലാം റേച്ചലിനും കൂടി അറിയാവുന്ന പ്ലാൻ ആയിരുന്നു. ഇതൊക്കെ ആരാ എന്താ നടക്കുന്നതെന്ന് ഒന്നും മനസ്സിലാകുന്നില്ല. ഒരു ഭാഗത്ത് മോർഗനും പീലാറും ഡേക്കും ഓടിപ്പോയി നോക്കുമ്പോൾ കണ്ട കാഴ്ച ബ്രിഡ്ജിന്റെ ഭാഗത്തെല്ലാം കുട്ടികൾ മരിച്ചു കിടക്കുന്നതാണ്. അപ്പോഴായിരിക്കും അവർക്ക് കേറോൾ അവരുടെ കൂടെ ഇല്ല എന്ന് മനസ്സിലാവുക. ഇവിടെ കേറോൾ ആണെങ്കിൽ ആ കാട്ടിലൂടെ ആരെങ്കിലും രക്ഷിക്കണേന്ന് പറഞ്ഞ് ഓടുന്നുണ്ടാകും. അങ്ങനെ ഓടുന്ന സമയം അവളുടെ കാലിൽ ഒരു കത്തി കുത്തിക്കേറും. വേദന കൊണ്ട് പൊളഞ്ഞ് ചോര വാർന്നിട്ടും അവൾ എങ്ങനെയോ ഒരു വിധം ആ കാലം വെച്ച് പിന്നെയും ഓടാൻ തുടങ്ങും. വേറൊരു ഭാഗത്ത് മോർഗനും ബാക്കിയുള്ളവർക്കും ഇനി എന്ത് ചെയ്യുമെന്ന് ഒരു ഐഡിയ ഉണ്ടാകില്ല. ആ സമയത്ത് ഫ്രാങ്ക്ലിൻ വന്ന് അവരോട് നിങ്ങൾ ഓക്കെ അല്ലേ എന്ന് ചോദിക്കും. ഇവിടെ എന്താ സംഭവിക്കുന്നേ? ആ ഡോക്ടർ റിയൽ ആണ്, അയാൾ ഞങ്ങളുടെ കൂടെയുള്ള കുട്ടികളെ ഒക്കെ കൊന്നു. കേസറും റേച്ചലും എല്ലാം ഇതിന് കൂട്ടു നിൽക്കുകയാണെന്ന് അവർ പറയും. അന്നേരം ഫ്രാങ്ക്ലിൻ നിങ്ങൾ പേടിക്കണ്ട, ഒരു കാര്യം ചെയ്യ്, ഹ്യൂവിന്റെ ഓഫീസിൽ പോയിട്ട് അവിടെ ഒരു ഫോണുണ്ട്, അതിൽ വിളിച്ച് ആരോടെങ്കിലും ഹെൽപ്പ് ചോദിക്കെന്ന് പറയും. ഇവിടെ കാരോളിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവൾ കാട്ടിലൂടെ ഓടി ഓടി അങ്ങനെ റോഡിലെത്തും. അന്നേരം ഒരു വണ്ടി അതിലൂടെ വരും, അത് പോലീസായിരിക്കും. അങ്ങനെ കേറോൾ അവരോട് സംഭവങ്ങളെല്ലാം പറയും. അങ്ങനെ അവർ അവളെയും കൂട്ടിയിട്ട് വണ്ടിയിൽ കയറും. അതേസമയം മോർഗൻ ഹ്യൂവിന്റെ ഓഫീസിൽ കയറിയിട്ട് ഫോൺ ചെയ്യാൻ നോക്കും. എന്നാൽ അത് വർക്ക് ആകില്ല. എന്താ ചെയ്യുക, ആകെ മൊത്തം പെട്ട പോലെയായി. ഒരു ഭാഗത്ത് മോർഗനെയും ടീമിനെയും കിട്ടാത്തതിന്റെ ദേഷ്യത്തിലായിരിക്കും റേച്ചലും ബാക്കി എല്ലാവരും. അപ്പോൾ ആ അജ്ഞാതൻ അങ്ങോട്ടേക്ക് വരും. അത് വേറെ ആരുമല്ല, അവരുടെ കൂട്ടത്തിലുണ്ടായ കൗൺസിലർ ഏവരി ആയിരിക്കും. ഫ്രാങ്കിലിന് മോർഗനോടും അവന്റെ ഫ്രണ്ട്സിനോടും ഉള്ളിൽ ചെറിയ സ്നേഹമുള്ളത് കൊണ്ട് തന്നെ അവർ ഹ്യൂവിന്റെ ഓഫീസിലാണ് ഉള്ളതെന്ന് അറിയാമെങ്കിൽ പോലും മനഃപൂർവ്വം അവൻ അത് ആരോടും പറയില്ല. എന്നാൽ റേച്ചലിന് കാര്യം പിടികിട്ടും. അവൾ ഫ്രാങ്കിലിനോട് ഫ്രാങ്ക്ലിൻ സത്യം പറ, കുട്ടികൾ എവിടെയാ ഉള്ളത് എന്ന് ചോദിക്കും. അങ്ങനെ എല്ലാവരുടെയും കണ്ടിന്യൂസ് ആയിട്ടുള്ള ചോദ്യത്തിന് മുമ്പിൽ ഫ്രാങ്ക്ലിന് സത്യം പറയും. അതേസമയം മോർഗനും ഡേക്കിനും പീലറിനും എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടിയും കിട്ടാത്ത അവസ്ഥയിലായിരിക്കും. ആ സമയം കേസോർ അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട് എന്ന് 3 പേർക്കും മനസ്സിലാകും. ഡേക്ക് അവരോട് നിങ്ങൾ ആ ക്ലോസറ്റിൽ പോയി ഒളിക്ക്, ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, അന്നേ ഞാൻ ഇവൻ ഓങ്ങി വെച്ചതാണെന്ന് പറയും. അതായത് അന്ന് ഡേക്ക് ക്യാമ്പിൽ വന്ന സമയത്ത് കേസോർ നിന്റെ ഹെഡ്സെറ്റ് തന്നില്ലെങ്കിൽ തിന്നാനൊന്നും തരില്ല എന്ന് ഡേക്കിനോട് പറഞ്ഞിട്ടില്ലേ, ആ ഒരു ഇത് ഡേക്കിന് ഇപ്പോഴും ഉണ്ട്. അങ്ങനെ മോർഗനെയും പീലാറിനെയും ക്ലോസറ്റിന്റെ അകത്താക്കിയിട്ട് കേസോറിന്റെ വരവും കാത്ത് ഡേക്ക് നിൽക്കും. കേസോർ ഡോറ് തുറക്കെന്ന് പറഞ്ഞ് ബഹളം വെക്കും. എന്നാൽ അവർ ആരും ഡോറ് തുറക്കാത്തത് കൊണ്ട് ദേഷ്യം വന്ന അവൻ നിനക്കൊക്കെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഓടിപ്പോയി വാതിലിടിച്ച് തുറക്കാൻ നോക്കും. ആ സമയം ഡേക്ക് മെല്ലെ ആ വാതിൽ തുറന്നു വെക്കും. ഇതറിയാതെ ഓടി വന്ന് ഡോർ ഇടിച്ച് തുറക്കാൻ നോക്കി കേസോർ നേരെ പോയി അവിടെ ഉണ്ടായിരുന്ന മേശയിൽ തട്ടി തെറിച്ച് നിലത്തേക്ക് വീഴും. അന്നേരം കേസോറിന് അതൊക്കെ ഡേക്കിന്റെ പണിയാണെന്ന് മനസ്സിലാകും. അങ്ങനെ അവൻ അവിടുന്ന് ഡേക്കിനെ വിളിച്ചുകൊണ്ട് പുറത്തിറങ്ങാൻ നോക്കുമ്പോൾ ഡേക്ക്
കേസറിന്റെ കയ്യിലുണ്ടായ ബേസ്ബോൾ ബാറ്റ് കൊണ്ട് കേസറുടെ മുഖത്തടിക്കും. അപ്പോൾ പലിശയും കൊടുത്തു തീർത്ത സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും ഡേക്കിന്. അന്നേരം തന്നെ കേസറിന്റെ മുഖത്ത് നിന്ന് ചോരയൊക്കെ വരും. പക്ഷെ ആ സമയം റേച്ചൽ പിറകിലൂടെ വന്ന് ഡേക്കിനെ സ്റ്റൺ ബാറ്റൺ കൊണ്ട് ഷോക്ക് എടുപ്പിക്കും. അന്നേരം റേച്ചൽ ഒരു വണ്ടിയുടെ സൗണ്ട് കേൾക്കും. അത് പോലീസ് വണ്ടിയായിരിക്കും. അതായത് നേരത്തെ കാരോൾ കാട്ടിലൂടെ ഓടി അവസാനം റോഡിലെത്തി ഒരു പോലീസ് വണ്ടിയുടെ മുമ്പിൽ എത്തിയിട്ടുണ്ടായിരുന്നില്ലേ, അവരെയും കൂട്ടി കാരോൾ അവിടേക്ക് വരും. അങ്ങനെ റേച്ചൽ ആ പോലീസിന്റെ അടുത്തേക്ക് പോകും. അപ്പോഴായിരിക്കും വേറൊരു പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റ്. എന്താ വെച്ചാൽ ആ പോലീസ് കാരോളിനെ റേച്ചലിന് കൈമാറും. അവൾ അപ്പൊ തന്നെ കാരോളിനെ ഷോക്ക് എടുപ്പിച്ച് ബോധം കെടുത്തും. സത്യം പറഞ്ഞാൽ ഇതിൽ ആരുടെ കൂടിയാ, ആരാ കൊല്ലുന്നേ, ആർക്ക് വേണ്ടിയാ കൊല്ലുന്നേ, ആരാ ഇതിന്റെ ഒക്കെ മാസ്റ്റർ മൈൻഡ് എന്നൊന്നും മനസ്സിലാകില്ല. മറുഭാഗത്ത് ക്ലോസറ്റിന്റെ അകത്തുള്ള പീലാറും മോർഗനും നോക്കുമ്പോൾ അതിൽ ക്യാമ്പിൽ വന്ന കുട്ടികളുടെ എല്ലാവരുടെയും പേഴ്സണൽ ഫയൽസ് ഉണ്ടാകും. മോർഗന് സിജിയുടെ ഫയലും പീലാർ മോർഗന്റെ ഫയലും എടുത്തു നോക്കും. അപ്പോൾ അതിൽ ഡേറ്റ് ഓഫ് ബർത്ത് അല്ലാതെ DOD, അതായത് ഡേറ്റ് ഓഫ് ഡെത്ത് കൂടി മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. ആ ഡേറ്റ് എങ്ങനെ വന്നു എന്ന് അവർക്ക് മനസ്സിലാകില്ല. ശേഷം മോർഗൻ പീലാറിന്റെ കയ്യിൽ നിന്ന് അവന്റെ ഫയൽ എടുത്തു നോക്കും. അവിടെയായിരിക്കും ട്വിസ്റ്റ്. അതിൽ പ്രകാരം മോർഗൻ ഓൾറെഡി ഒരു വർഷം മുമ്പേ വെള്ളത്തിൽ മുങ്ങി മരിച്ചു എന്നും ഉണ്ടാകും. ഒപ്പം പീലാറിന്റെ ഫയലിലും അവളും മരിച്ചെന്ന് കാണിക്കുന്നുണ്ടാകും. അവർക്ക് രണ്ടുപേർക്കും ഇതെന്ത് തേങ്ങയാണെന്ന് മനസ്സിലാകില്ല. അതേസമയം ഇവിടെ ഹ്യൂ റേച്ചലിനോട് ഇവിടത്തെ കുട്ടികളെ ഓപ്പറേഷൻ ചെയ്യുന്നത് ഞാനാണ്, നിന്റെ പണിയായിരുന്നു കുട്ടികളെ മര്യാദയ്ക്ക് നോക്കേണ്ടത്, നീ ആ ഡ്രിങ്കിൽ കുട്ടികളെ മയക്കേണ്ട മരുന്ന് ചേർത്തിട്ടില്ലേ എന്ന് ചോദിക്കും. അത് കേട്ട് റേച്ചൽ, ഓ ഹലോ, വെറുതെ എന്റെ നെഞ്ചത്തോട്ടേക്ക് ഇനി കേറി വരണ്ട, ഞാൻ ചെയ്യേണ്ട കാര്യം വെടിപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ആരാ, ഇതൊക്കെ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അപ്പോൾ മോർഗനും പീലാറും അവിടേക്ക് വന്നിട്ട് അവരോട്, "Are we dead?" ഞങ്ങൾ മരിച്ചോ, ഞങ്ങൾ ആ ഫയൽ കണ്ടു, അതിൽ ഞങ്ങൾ മരിച്ചു എന്നാണല്ലോ കൊടുത്തിരിക്കുന്നേ എന്ന് ചോദിക്കും. അപ്പോൾ ഹ്യൂ, അവർ മരിച്ചു, ബട്ട് അവരല്ല നിങ്ങൾ എന്ന് പറയും. വാട്ട്, ഇവർക്ക് ഇതെന്ത് പിച്ചും പെയ്യെ ഹ്യൂ പറയുന്നതെന്ന് തോന്നും. അപ്പൊ ഫ്രാങ്ക്ലിൻ ഹ്യൂവിനോടും ബാക്കി എല്ലാവരോടും ഇവർക്ക് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് സിസ്റ്റം വൈപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് ഫ്രാങ്ക്ലിൻ അവരോട് കാര്യങ്ങൾ പറയാൻ തുടങ്ങും. അതായത് ഈ ക്യാമ്പിലുള്ള എല്ലാ കുട്ടികളും മുമ്പേ ഓരോ രീതിയിൽ മരിച്ചവരാണ്. എന്നാൽ കുട്ടികളുടെ മരണം അവരുടെ പേരൻസിന് സഹിക്കാനായില്ല. അത് മാറ്റാൻ ഹ്യൂ ഒരു പ്ലാൻ ഉണ്ടാക്കി. ഹ്യൂവും അവന്റെ കൂടെയുള്ള എല്ലാവരും ചേർന്ന് മരിച്ചുപോയ കുട്ടികളുടെ സെയിം ബോഡി റീക്രിയേറ്റ് ചെയ്ത് അതിൽ അവരുടെ ഒറിജിനൽ പേഴ്സണാലിറ്റി, ഹാബിറ്റ്സ്, മെമ്മറീസ്, വേ ഓഫ് സ്പീക്കിംഗ് അങ്ങനെ എല്ലാം കോപ്പി ചെയ്ത് ഈ ആർട്ടിഫിഷ്യൽ ബോഡിയിലേക്ക് മാറ്റി. അതായത് ഇപ്പൊ ഒരു ഫോൺ പൊട്ടിപ്പോയി എന്ന് വിചാരിക്കുക, ബട്ട് ബിഫോർ ഇറ്റ് ബ്രോക്ക് നമ്മൾ നമ്മളുടെ ഫോട്ടോസ്, വീഡിയോസ് അങ്ങനെ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ബാക്കപ്പ് പോലെ സേവ് ചെയ്ത് PC-യിലോ ഗൂഗിൾ ഡ്രൈവിലോ മറ്റോ സൂക്ഷിക്കും. എന്നിട്ട് ന്യൂ ഫോൺ വാങ്ങുമ്പോൾ നമ്മൾ ആ ബാക്കപ്പ് പുതിയ ഫോണിലേക്ക് മാറ്റുന്നില്ലേ, ആ വേറെ ഫോൺ പുതിയതാണെങ്കിലും പഴയ ഫോണിലുള്ള ഫോട്ടോസും വീഡിയോസും അങ്ങനെ ആവശ്യമുള്ളതെല്ലാം ഇതിലായിരിക്കും ഉണ്ടാവുക. അതാണ് ഇവിടെയും ഇവർ ചെയ്യുന്നത്. യഥാർത്ഥ ഹ്യൂമൻ ബോഡി പോലെ ഇവരുടെ ബോഡി നാച്ചുറലി ഗ്രോ ആകില്ല. സോ ഇവർക്ക് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഫിസിക്കൽ ഇന്റർവെൻഷൻ ആവശ്യമാണ്. അതായത് മസിൽസ് പ്രോപ്പർലി സ്ട്രെച്ച് ആകില്ല, ഓർഗൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് ഡെവലപ്പ് ആകില്ല, ഹെയർ, സ്കിൻ ഇതൊന്നും നോർമൽ ആയിട്ട് ഡെവലപ്പ് ആകില്ല. അപ്പോൾ ഇവർ എല്ലാ ഇയറും ഈ സമ്മർ ക്യാമ്പ് സംഘടിപ്പിച്ച് പിള്ളേരെ മയക്കി ഓപ്പറേഷൻ ചെയ്യും. അതായത് നോർമൽ ഹ്യൂമനെ പോലെ വളരാൻ വേണ്ടി അവരുടെ ബോൺസ് അഡ്ജസ്റ്റ് ചെയ്യൽ, അതുപോലെ മസിൽസ് റീബിൽഡ് ചെയ്യൽ, ഓർഗൻസ് ഒക്കെ മര്യാദയ്ക്ക് ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് റിപ്പയർ ആക്കൽ, അതുപോലെ ബ്രെയിനും റീസെറ്റ് ആക്കും. എന്തെങ്കിലും ബിഹേവ് ഒക്കെ മാറ്റണമെങ്കിൽ അതൊക്കെ മാറ്റും. ഇവർ റോബോട്ട്സ് അല്ല, അതുപോലെ ദേ ആർ നോട്ട് ഫുള്ളി ഹ്യൂമൻ ഈതർ, മനുഷ്യനുമല്ല. ഇവർ ഇപ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ ഹ്യൂമൻസ് ആണ്. സിജിയുടെ പ്രോഗ്രാമിൽ ഗ്ലിച്ച് ഉള്ളത് കൊണ്ടാണ് അവൻ വെറുതെ മോർഗനെ ഉപദ്രവിച്ചതും രാജിനെ അടിച്ചതുമൊക്കെ. ലൈക്ക് ഈ സോഫ്റ്റ്വെയർ ബഗ് ഒക്കെ പോലെ. ഈ പ്രോഗ്രാമിന്റെ ഒറിജിനൽ ക്രിയേറ്റർ ഹ്യൂ ആണ്. ബാക്കിയുള്ളവരൊക്കെ ഹ്യൂവിന്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന പ്രോഗ്രാമേഴ്സ് ആണ്. മോർഗൻ എന്ന പൂളിൽ മുങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അന്ന് തന്നെ അവൻ മരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഉള്ളത് മോർഗന്റെ കോപ്പിയാണ്. അതുപോലെ ആ ഡോക്ടറിന്റെ സ്റ്റോറി ഫേക്ക് സ്റ്റോറിയാണെന്ന് ഫ്രാങ്ക്ലിൻ പറയും. ഇന്ന് നടന്ന കാര്യങ്ങളെല്ലാം ആർട്ടിഫിഷ്യൽ ഹ്യൂമൻസ് മറക്കാൻ വേണ്ടിയാണ് അവരെ ഷോക്ക് അടുപ്പിച്ചതും എല്ലാവരുടെയും സിസ്റ്റം വൈപ്പ് ചെയ്തതും ഇവരുടെ സിസ്റ്റവും ഇപ്പൊ വൈപ്പ് ആക്കുമെന്ന് മോർഗനും പീലാറിനും മനസ്സിലാകും. അന്നേരം ഫ്രാങ്ക്ലിൻ അവരെ മയക്കാനുള്ള ടീ കൊടുത്തുകൊണ്ട് അവരോട്, ഞാൻ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻസ് തരാം. ഒന്ന്, നിങ്ങൾക്ക് ഇത് കുടിക്കാം, അതുവഴി ഞങ്ങൾ നിങ്ങളുടെ സിസ്റ്റം വൈപ്പ് ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ആരാ എന്താ എന്നുള്ള സത്യം മനസ്സിലാക്കി മുമ്പോട്ടേക്ക് പോകാം. ഇതിലേതാ വേണ്ടതെന്ന് ഫ്രാങ്ക്ലിൻ ചോദിക്കും. അവർ സെക്കൻഡ് ഓപ്ഷൻ തിരഞ്ഞെടുക്കും. അവിടുന്ന് സീൻ കട്ടായിട്ട് അങ്ങനെ പിറ്റേ ദിവസമാകും. ഓരോ കുട്ടികളും അവരുടേതായ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാകും. അവരുടെ സിസ്റ്റം വൈപ്പ് ചെയ്തത് കൊണ്ട് തന്നെ ഇന്നലെ നടന്ന കാര്യങ്ങളൊന്നും അവർക്ക് ഓർമ്മയുണ്ടാകില്ല. ഇവിടെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സിജെ വന്ന മോർഗനോട് നല്ല രീതിയിൽ സംസാരിക്കും. മുമ്പത്തെ പോലെ ഉപദ്രവിക്കുകയോ കളിയാക്കുകയോ ഒന്നും ചെയ്യില്ല. അപ്പോൾ അവന്റെ സിസ്റ്റം റീപ്രോഗ്രാം ചെയ്തെന്ന് മോർഗന് മനസ്സിലാകും. ആ സമയം കേസർ അവിടേക്ക് വരും. അവന്റെ മുഖത്ത് തലേ ദിവസം ഡേക്ക് അടിച്ചതിന്റെ പാടും ഉണ്ടാകും. എന്നാൽ ഡേക്കിന് അതൊന്നും ഓർമ്മയില്ലാത്തത് കൊണ്ട് തന്നെ അവൻ മുഖത്ത് എന്താ പറ്റിയതെന്ന് കേസറിനോട് ചോദിക്കും. അത് ഹൈക്ക് ചെയ്യുമ്പോൾ ആക്സിഡന്റ് ആയതാണെന്ന് കേസർ കള്ളം പറയും. എന്നാൽ മോർഗൻ അറിയാമല്ലോ ആ പാട്
എങ്ങനെയാ വന്നതെന്ന്. അവൻ ഉറപ്പാണോ ഹൈക്ക് ചെയ്യുമ്പോൾ തന്നെ വന്നതാണോ എന്ന് എന്തോ ഒരർത്ഥത്തിൽ ചോദിക്കും. അത് കേട്ട് ഫ്രാങ്ക്ലിൻ ഇന്നലെ മോർഗനും പീലറിനും കൊടുത്ത ഓപ്ഷൻസ് അറിയാതെ കേസോർ ഇവനെന്താ അങ്ങനെ ചോദിച്ചതെന്ന് ആലോചിക്കും. അവിടുന്ന് സീൻ കട്ടായിട്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് ലേക്കിലേക്ക് എടുത്തു ചാടുന്ന മോർഗനെയാണ്. ഇപ്പൊ അവന് വെള്ളത്തെ പേടിയില്ല, കാരണം അവൻ ഇനി ഭയക്കേണ്ട കാര്യമില്ലല്ലോ, അവൻ ഓൾറെഡി മരിച്ചല്ലോ. അതുകൊണ്ട് തന്നെ അവന് വെള്ളത്തോടുള്ള പേടി മാറി. തൊട്ടിപ്പുറത്ത് നിന്ന് ആ ലേക്കിലൂടെ ഒരു ബോഡി പൊങ്ങി വരുന്നുണ്ടാകും. അത് വേറെ ആരുടെയുമല്ല, റേച്ചലിന്റെ ബോഡിയാണ്. അവിടുന്ന് സീൻ കട്ടായിട്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് ഹ്യൂ ആരോടോ ഫോണിൽ സംസാരിക്കുന്ന സമയത്ത് ഒരു കത്തി പിടിച്ച് ശരീരമാകെ ചോരയിൽ കുളിച്ച് നിൽക്കുന്ന പീലാറിനെയാണ്. പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ റേച്ചലിനെ കൊന്നത് വേറെ ആരുമല്ല, പീലാറാണ്. ഇനി തന്റെ അടുത്ത ഊഴം ഹ്യൂ ആണെന്നുള്ള അർത്ഥത്തിൽ അവൾ അങ്ങനെ നോക്കുന്നുണ്ടാകും. കാരണം അവൾക്ക് തന്റെ ശരീരവും മനസ്സും എല്ലാം ഹ്യൂവിന്റെ കൺട്രോളിലാണെന്ന് മനസ്സിലായല്ലോ. കൂടാതെ അവൾക്ക് എന്നല്ല, ഇവിടെയുള്ള കുട്ടികൾക്ക് ആർക്കും അതിൽ നിന്ന് ഫ്രീ ആകാൻ പറ്റില്ല എന്നും എല്ലാ വർഷവും ഇതുപോലെ ഈ ക്യാമ്പിൽ ഓപ്പറേഷന്റെ ഭാഗമായിട്ട് ഇവർക്ക് ഇവിടെ വരേണ്ടി വരുമെന്നും കൂടാതെ എന്നത്തെയും പോലെ അവരുടെ മെമ്മറീസ് ആയാലും മറ്റെന്ത് തന്നെയായാലും ഇവർക്ക് ഇഷ്ടമുള്ളതുപോലെ ഇവർ മാറ്റുന്നു. ഇത് തന്നെ റിപ്പീറ്റ്. എത്ര കാലം നമ്മളുടെ ബോഡിയും മൈൻഡും വേറെ ഒരാളുടെ കൺട്രോളിൽ വിട്ടുകൊടുത്ത് ജീവിക്കാൻ പറ്റും? അതിനും ഭേദം മരണമല്ലേ? അപ്പോൾ ഇതിനെല്ലാം കാരണക്കാരൻ ഹ്യൂ ആണ്. അയാൾ ഇല്ലാതായി കഴിഞ്ഞാൽ ഇതെല്ലാം സ്റ്റോപ്പ് ആകും, ഇവരും ഫ്രീ ആകും. ഇനി ചിലപ്പോൾ അയാൾ ഇല്ലാതായാൽ ഇവർക്ക് ജീവിക്കാൻ പറ്റില്ലെങ്കിൽ പോലും ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാ എന്നുള്ള ഭാവത്തിൽ അവൾ ഓടിപ്പോയി ഹ്യൂവിനെ കൊല്ലും. ഇവിടെ വെച്ച് ഈ സിനിമ കഴിയും. ഞാൻ ജോൺറ നോക്കാതെയായിരുന്നു ഈ മൂവി ആദ്യം കണ്ടു തുടങ്ങി കുറച്ച് അങ്ങോട്ട് എത്തിയപ്പോൾ ഐ തോട്ട് ഇതൊരു പ്രേതപ്പടമാണെന്ന. കാരണം കഥ അങ്ങനെ ഒരു മൂഡിലായിരുന്നു പോയത്. ബട്ട് സ്ലോലി ഇത് നേരെ സയൻസ് ഫിക്ഷൻ ഹൊററിലേക്കാണ് പോയത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിന്റെ ക്ലൈമാക്സ് ഒട്ടും പ്രെഡിക്റ്റബിൾ ആയിരുന്നില്ല. കാരണം അങ്ങനത്തെ രീതിയിലാണ് ഇവന്മാർ ഈ മൂവി എടുത്ത് വെച്ചിരിക്കുന്നത്. മേ ബി ഈ സിനിമ കണ്ട ചിലർക്ക് എൻഡിങ് കൺഫ്യൂസ്ഡ് ആയിട്ട് തോന്നാം, എല്ലാവർക്കും ഇല്ല, ബട്ട് ചിലർക്ക് തോന്നാം. മോറോവർ ഈ സിനിമയുടെ ഐഡിയ എനിക്ക് വളരെ സ്ട്രോങ് ആയിട്ടാണ് തോന്നിയത്. കോൺസെപ്റ്റ് ബേസ്ഡ് സിനിമ കാണുന്ന അല്ലെങ്കിൽ എക്സ്പെരിമെന്റ് സിനിമ കാണുന്നവർ ആണെങ്കിൽ ഐ എം പ്രിറ്റി ഷുവർ നിങ്ങൾക്ക് ഇത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പൊ ഞാൻ അടുത്ത ദിവസം മറ്റൊരു മൂവി ആയിട്ട് വരാം.